പഴുത്തുകൊണ്ട് എന്താ ഭംഗി കാണാന്. നമ്മള് വീട്ടിലുണ്ടായത് കാണാനേ നല്ല രസമാണ്. വീട്ടിൽ ഇങ്ങോട്ട് അയ്യോ കായ് പച്ച. അപ്പൊ ഇന്ന് ഞങ്ങൾ പറിക്കാൻ പോവാണ്. ബ്രസീലിയൻ ബെറി കായില്ലാതെ നിൽക്കുന്നു. അപ്പൊ നമ്മള് രണ്ടാമതൊരു പോട്ടിക്ക് സെറ്റ് ചെയ്താണ്. ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടായിട്ടോ. ബ്രസീലിയൻ ബെറി നല്ല അടിപൊളി ഉണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നേ പെരുന്നാളായിട്ട് നമ്മളെ തോട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു തോട്ടാണ്, അതിൽ കുറച്ച് ഫ്രൂട്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടായത് കാണിച്ചു കേട്ടോ. അതൊക്കെ ഒന്ന് വിളവെടുക്കാൻ പോവാണ്. ആ മിസു ഉണ്ട് ഞങ്ങളപ്പം, അല്ലുണ്ട്, അജു ഉണ്ട്. ഇജ് കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിലുണ്ടായ പിന്നെ സ്ട്രോബെറി, ഞങ്ങൾ വീട്ടിൽ സ്ട്രോബെറി ഉണ്ടായിക്കണു. ഒറിജിനൽ സ്ട്രോബെറി ഉണ്ടായിക്കണ്. ഒരു തണലത്ത് വെച്ച് സെറ്റ് ചെയ്താട്ടോ. അത് കാണിച്ചു തരാം. സ്ട്രോബെറി പറിക്കാൻ പോവാണ് പോകത്തത്. ഏതാണ് കാണിച്ചു തരാം. ഓക്കെ, സ്ട്രോബെറി കണ്ടില്ലല്ലോ. നമ്മൾ വീട്ടിൽ സ്ട്രോബെറി ഉണ്ടാക്കണോ? ഡാടാ മിസോ മിസോ ബാബാ. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ സ്ട്രോബെറി പറിക്കാൻ പോവാ. സ്ട്രോബെറി കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മളെ വീട്ടിലുണ്ടായ സ്ട്രോബെറി കണ്ടില്ലേ, ഞങ്ങൾ തണലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ട് പുറത്ത് വെച്ചാണ്, അവിടെ തണലിൽ നമ്മളെ ഇറത്ത് വെച്ചാണ്, അതായത് വീടിന്റെ സൈഡിൽ വെച്ചാട്ടോ. അപ്പോൾ സ്ട്രോബെറി നമ്മൾ വിളവെടുക്കാൻ പോവാണ്. ഒരു സ്ട്രോബെറി ഉണ്ടല്ലോ, കുറെ കുഴിച്ചിട്ട് നമ്മൾ കുറെ സ്ട്രോബെറികൾ ഉണ്ടാവും. കണ്ടില്ല നിങ്ങള്, പഴുത്തുകൊണ്ട് എന്താ ഭംഗി കാണാന്. നമ്മള് വീട്ടിലുണ്ടായത് കാണാനേ നല്ല രസമാണ്. വീട്ടിൽ ഇങ്ങോട്ട് അയ്യോ കായ് പച്ച. അപ്പൊ ഇതിന് എന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ചാണകം, പിന്നെ അതേമാതിരി ചകിരിച്ചോറ് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മണലും കൂടി മിക്സ് ആയിക്കാണ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് മണൽ ഇട്ട് കൊടുത്തുകൊണ്ടോ. അങ്ങനെയാണ് ഇത് പൂവും കായൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരു വർഷത്തോളം ഈ തൈ ഇങ്ങനെ നിൽക്കണം. നമ്മളെ നാട്ടിൽ സെറ്റായ ഒരു തൈയാണ്. പക്ഷെ ഇത് വെയിലത്ത് വെക്കാൻ പാടില്ല കേട്ടോ. തണലുള്ള സ്ഥലത്ത് വീടിന്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റും. തണലിലോടത്താണ് വെക്കേണ്ടത്. അപ്പോൾ എന്നാലേ അത് ഇങ്ങനെ സെറ്റായി വരുള്ളൂ. എന്നും ഇതിന് സ്പ്രേ അടിച്ചു കൊടുക്കണം. മുകളിൽ ഇലക്കൊക്കെ സ്പ്രേ അടിച്ചു കൊടുക്കണം. തണുപ്പാൻ വേണ്ടി കേട്ടോ കാര്യമായിട്ട്. പക്ഷെ നമ്മളവിടെ സെറ്റായി അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. നിങ്ങൾ നല്ല അടിപൊളി സ്ട്രോബെറി. ഒരു വലിയ വലിപ്പമൊന്നുമില്ല, ഇതാ ഒരു ചെറിയ സ്ട്രോബെറിൻ്റെ വലിപ്പമുണ്ട്. അതേപോലെ ഇവിടെ ഇനി കായ്ണ്ട് കേട്ടോ. ഇത് കായുണ്ട്, ഇത് പഴുക്കാനുള്ളതാണ്. സ്ട്രോബെറി ഉണ്ട്, നല്ല അടിപൊളി സ്ട്രോബെറി. എന്താ ഭംഗി കാണാൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറിക്കാൻ പോവാണ്. അപ്പോൾ അജും അല്ലും ജിതും എല്ലാവരും ഉണ്ട്. നമ്മൾ വീട്ടിലുണ്ടായ സ്ട്രോബെറി ആദ്യമായിട്ട് രണ്ടാളും കൂടി പറിച്ചോട്ടോ. കുറച്ച് കണ്ട് ഇങ്ങോട്ടേക്ക് സൈഡിക്ക് നിൽക്കണം. എൻ്റെ കണ്ണാടി പറിച്ചോളി, പറിച്ചിൽ പെടുന്നതാണ്. പറിച്ചു. അങ്ങനെ സ്ട്രോബെറി പറിച്ചു. പറിച്ചോളി. ഇതാട്ടോ സ്ട്രോബെറി. നിങ്ങൾ പോയിക്കാം. സ്ട്രോബെറി പറിച്ചു കേട്ടോ. സ്ട്രോബെറി. അപ്പോൾ ഇതാ നമ്മളെ അടുത്തത് നമ്മളെ ബ്രസീലിയൻ ബെറിയാണ്. രണ്ടിലകൾ ബ്രസീലിയൻ ബെറി ഇതാ കായില്ലാതെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമതൊരു പോട്ടിക്ക് സെറ്റ് ചെയ്താണ്. ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടായിട്ടോ. ബ്രസീലിയൻ ബെറി നല്ല അടിപൊളി ഉണ്ടായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ, പഴുത്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിന്ന് പറിച്ചു നോക്കുകയാണ്. കുറേ കാലമായിട്ട് കുട്ടികൾക്കൊരു ആഗ്രഹം ഇത് പറിക്കണം കഴിക്കണം എന്നൊക്കെ, അല്ലൂനും ഇതുവിനൊക്കെ. അപ്പോൾ നമ്മൾ പറിച്ചു നോക്കുകയാണ്. ഇതാ ബ്രസീലിയൻ ബെറി ആദ്യമായിട്ട് പറിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ വർഷകാലമായിട്ട് നമുക്കേ അവിടെ പുറത്ത് സെറ്റ് ചെയ്യണത്. തൽക്കാലം അപ്പം ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ചെറിയൊരു പോണ്ടിലാണ്. നമ്മൾ വലിയൊരു പോണ്ടിലാക്കണം, അല്ലെങ്കിൽ സ്ഥലത്ത് കുഴിച്ചിടണം. ഇത് കഴിച്ചു നോക്കി. പിന്നെ ഇതാ നമ്മളെ വീട്ടിൽ കുറച്ച് ക്യാബേജ് ഞങ്ങൾ ചെറിയ തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. 5 രൂപയുടെ തൈകളാണ്. ഇത് വലുതായി, കുറേ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല തണുപ്പ് വേണം. ഇത് പിന്നെ വെയിൽ ചെറുതായിട്ട് ഈ സമയത്ത് കുറഞ്ഞ ചെറിയ വെയിൽ അടിച്ചതുകൊണ്ട് അത് വലുതായി കിട്ടുന്നില്ല. ഈ പോണ്ട് മാറ്റണം എന്താ അറിയില്ല. ഇത് ചെറിയതായിട്ടുള്ളൂ. കുറേ ദിവസം ഇങ്ങനെ കൊടുക്കും. പക്ഷെ കാണാനൊരു ഭംഗിയാണ് അല്ലേ. പിന്നെ ഇവിടെ ഒഴിഞ്ഞൊരു ചട്ടി ഉണ്ടായിനി. ആ ചട്ടിയിൽ നമ്മൾ ചെറിയ തക്കാളി ഉണ്ടല്ലോ, സ്മോൾ തക്കാളി, ഈ സലാഡൊക്കെ കണ്ടേ, ആ ചെറിയ തക്കാളി നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന ചെറിയ തൈ ഇതുണ്ടായി കായ്. അത് കുറച്ച് ചീഞ്ഞത് അത് ഇവിടെ നട്ടു. പക്ഷെ അതിൽ തൈ ഉണ്ടായിക്കണം കേട്ടോ. ഈ കായൊക്കെ നിലയിൽ നോക്കാം, നമുക്ക് പോലെ കുത്തിക്കാണ്ട് സെറ്റാക്കി വെക്കാം. ഇതിനും തണുപ്പ് വേണ്ടി വരും. ഇവിടെ വെയിൽ കുറവാണ്, അതുകൊണ്ട് ഇവിടെ വെച്ച്. ഇങ്ങനത്തെ വെയിൽ കുറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ ഈ തക്കാളിയും സ്ട്രോബെറി ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു ഇടത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചേക്കാണ്. ഇപ്പൊ നല്ല സ്ഥലത്തേക്ക് സെറ്റാക്കി വെക്കണം. ഇതൊക്കെ അങ്ങനെ വെച്ചതാണ്, തൽക്കാലം അങ്ങനെ വെച്ചതാണ്. അപ്പൊ ഇങ്ങനെ കഴിച്ചപ്പോ ഒരു സന്തോഷം. അത്രേ ഉള്ളൂ അല്ലേ. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കായ് കണ്ട കാരണം നമുക്ക് നല്ല സന്തോഷമല്ലേ. സ്ട്രോബെറി, തക്കാളി, അതേപോലെ തന്നെ ബ്രസീലിയൻ ബെറി രണ്ടുകൾ ഒന്നിച്ച് നിരത്തി നല്ല സ്ഥലത്ത് സെറ്റാക്കണം. ഓക്കെ, തണലായപ്പോ അവിടെ അങ്ങനെ വെച്ചു. മാങ്ങിണ്ടോ? ഞങ്ങൾ വേറെയും സംഭവങ്ങൾ കാണിച്ചിട്ട് വരും. പിന്നെ നമ്മളെ ചാമ്പമരം എന്ന് പറഞ്ഞാൽ നമ്മൾ തറവാട്ട് വീട്ടിൽ വലിയൊരു പ്ലാന്റ് ഉണ്ട്. അയിമന്ന് ലെയറിങ് ചെയ്ത് കാണാൻ ഉണ്ടാക്കി കേട്ടോ. അയിമത്തെ ഒരു തൈയാണ്. അപ്പൊ നല്ല കായ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇത് കുരില്ലാത്ത ചാമ്പക്കയാണ്, നല്ല മധുരമുള്ള അടിപൊളി ചാമ്പക്കയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ കുറച്ച് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു സന്തോഷം, അത് നിങ്ങളൊന്ന് അറിയിക്കാന്നുള്ളൂ. അടിപൊളി ചാമ്പക്ക, അതും വിളവെടുക്കാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ? അതുകൊണ്ട് അങ്ങോട്ട് വാ, അടുത്ത് വാ, കാണിച്ചു അടുത്ത് നീ കൊടുക്കുക കേട്ടോ. ഇത് വന്ന് പറിച്ച ചാമ്പക്കയാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കായ് കണ്ടില്ലുണ്ടായിക്കണു. ഇതിന് കുരില്ല, അത് പ്രത്യേകത. കണ്ടില്ലേ? നിറയെ പൂക്കളും കായ്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് പറിച്ചാണ് ഒക്കെ വിളവെടുക്കാണ്. ഒന്ന് ഞാൻ അടുത്തത് അഞ്ഞിപ്പടിയുണ്ട്, കൈക്കിടാ. അത് പിന്നെ എടുക്കാം, കുറച്ച് എടുക്കാം. ആവശ്യമില്ല പറിക്കാം. ഇത് കഴിക്കണോ? ആയുധം പറിക്കാം. ഇവിടെയൊക്കെ അടിയിലുണ്ടായിക്കണം. കണ്ടില്ല നിങ്ങൾ? ഇങ്ങോട്ട് വാ, ഇതിനുള്ളൂ വാ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് സൈഡിലേക്ക് എന്നാൽ കാണുള്ളൂ. ഇത് പിടിച്ചു പിടിച്ചാ അതില്ല. ഇതാ കണ്ടില്ല, നിലത്ത്
നിലത്ത് തട്ടിയാണ് ഉണ്ടായിക്കണല്ലേ അടിയിലിങ്ങനെ തട്ടി നിൽക്കുക മുട്ടി നിൽക്കുക അല്ലേ ചാമ്പക്ക ഇത് കുരുല്ല ഇത് പ്രത്യേകത കടിലുകൾ കുരുല്ലാത്ത ചാമ്പക്ക ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ വേറെ രസമാണ് അല്ലേ അതെ ഓ പേരും മധുരം ഇതിൽ കുരുല്ല കോഴിക്കോളി കുരു നമ്പല്ല ആണോ ഇതിമ്മ തന്നെ കടിച്ചാ കോളി ആ കുരുല്ലാത്തോണ്ട് നല്ല ടേസ്റ്റാ നല്ല മധുര അപ്പൊ അല്ലുവിനൊക്കെ നുണഞ്ഞിക്ക ചാമ്പക്ക് അപ്പൊ അങ്ങനെ ചാമ്പക്കും പറിച്ചുട്ടോ ചേട്ടാ റംബുട്ടാൻ നിറയെ പൂട്ടിക്കണു എൻ്റെ റംബുട്ടാനും അത്യാവശ്യം നല്ല പൂണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ ആയിരിക്കാൻ നല്ല പൂണ്ട് പിന്നെ തായ്ലൻഡ് കുള്ളൻ മാവ് അത്യാവശ്യം കായ്കളൊക്കെ ഉണ്ട് ഒരു അത്യാവശ്യം ഇന്ത്യയിലെക്കാളും ഐറ്റ് ആയിക്കൊണ്ടോ തായ്ലൻഡ് കുള്ളൻ ഇതിൽ കുറേ മാങ്ങുണ്ട് കുറേ മാങ്ങുണ്ട് ആ ഇവിടെയൊക്കെ ഉണ്ട് തായ്ലൻഡ് കുള്ളൻ പിന്നെ വരി ഇത് നമ്മളെ ഇതാണ് കാലാപ്പാടി ഞാൻ ഐറ്റ് പറഞ്ഞപ്പോഴേ കുറേ പൂക്കൾ നുള്ളി ഒഴിവാക്കി ഇതിൻ്റെ പവർ കുറയുന്നിട്ട് 2 പൂക്കൾ നിർത്തിയ 2ലും കായ് ആയിട്ടോ അധികം അവിടെയൊക്കെ പൂണ്ടായി ഞാൻ ഒഴിവാക്കിയതാണ് അത്ര ചെറിയ തൈക്ക് അത്ര വലിയ കായ്കൾ വേണ്ട കരുതിയിട്ടാണ് ഇനി വരി ഇത് നമ്മളെ സപ്പോട്ട പിന്നെ ഇതാ നമ്മളെ സപ്പോട്ട കേട്ടോ അവിടെ സപ്പോട്ട ഇവിടെ ഭയങ്കര ഒരു വെയിലുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ ഇവിടെ തണലായില്ലേ അജോ ആ ഇതുപോലും കളിച്ചാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമായി നമ്മളിതിലൂടെ എന്താ പറയുക ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്യണം ഇവിടെ എവിടെയായിട്ട് നല്ല സ്ഥലത്ത് അല്ലേ ഇരിക്കാൻ ഇവിടെ നല്ല തണലായി ഇവിടെ ഭയങ്കര വെയിലാണ് അല്ലേ ഇപ്പോൾക്ക് നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പോൾ നിറച്ച് എല്ലാത്തിനും പൂക്കളും കായ്കളും ഉണ്ട് അതായത് മാവുന്തയും അവിടെ ഉണ്ട് അടുത്ത് തന്നെ നമ്മൾ തായ്ലൻഡ് കുള്ളുണ്ട് ഇവിടെ നമ്മളെ സപ്പോട്ട നേരെ ബാക്കിൽ നമ്മളെ റംബുട്ടാൻ മരം അപ്പോൾ നല്ല തണൽ അടിപൊളി തണലാണ് പിന്നെ നമ്മളിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം നമുക്ക് ഇതുവരെ കിട്ടിയില്ല ഡ്രാഗൺ ഫ്രൂട്ട് എന്താ അറിയില്ല ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ നനക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ലെവലായി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നിൽക്കുകയാണ് ഇനി നോക്കാം നമുക്ക് നമ്മൾ കുറച്ച് വെയിൽ കയറിയിട്ടാണ് അറിയില്ല ഇവിടെ നല്ല വെയിലാണ് ഇതിന് വെയിൽ വേണമെന്നൊക്കെ പറയാം പക്ഷെ എന്താ അറിയില്ല ഏതായാലും ഇവിടെ ഇതുണ്ടായിക്കൊണ്ടോ നാന കമ്മിൻ്റെ കൊണ്ടാ തോന്നുന്നു ഇപ്പം സെറ്റായി വന്നിന് ഇവിടെ തൂമ്പന്ന് ചെറിയ തൂമ്പന്ന് ഇങ്ങനെ ചത്ത് നിൽക്കുന്നു ഇത് വെയിൽ കയറിയിട്ടാണ് സംഭവം പെരുവെയിൽ ഇതിന് പറ്റൂല അല്ലേ അജോ വെയിൽ വെച്ചായിട്ടാണത് നല്ല മൂടി വെച്ച് കൊടുക്കുക ഭയങ്കര വെയിലായിട്ട് പൊള്ളാണ് എന്താണ് അറിയില്ല ഏതായാലും നന കമ്മിയായിട്ട് അറിയില്ല നമ്മൾ തീയ നനക്കൽ വളരെ കമ്മിയാണ് വെള്ളം വേണ്ടായിട്ട് കണ്ട് ഏതായാലും നനക്കൽ തുടങ്ങിയിരുന്നു ഓക്കെ അപ്പോൾ സെറ്റായി വരും നോക്കാം പിന്നെ നമ്മളെ ഓറഞ്ച് വെച്ചിട്ടുണ്ട് ഓറഞ്ച് വലിയ ഉസാറില്ല പിന്നെ നമ്മളെ മരമുന്തിരി ജബോട്ടിക്കാവ ഇതൊക്കെ ചെറുതായിട്ടുള്ളൂ വലുതായിട്ട് വേണം ഇതിമ്മ ചെറിയൊരു പൂട്ടിയിരുന്നു ഇത് മുസമ്പിയാണ് മുസമ്പിമ്മ ചെറിയ പൂണ്ടായിരുന്നു അത് ചാടിപ്പോയി ഹൈറ്റില്ലാത്തതുകൊണ്ട് പ്രായമായിട്ടുണ്ടാവില്ല ചെറിയ പൂട്ടിന് ആ പൂ ചാടിപ്പോയി സെറ്റായി കാരണം കരുതുക കേട്ടോ ചെറിയ കുറ്റിക്കുരുമുളക് ഉണ്ടായിക്കണ് അല്ലേ നിറച്ച് കുരുമുളകുണ്ട് കുറ്റിക്കുരുമുളക് ഇതിന് വളമിട്ട് കൊടുത്താൽ സെറ്റാവും നമ്മൾ കാടുവെട്ടിൻ്റെ അടിയിൽ ഇവിടെ മുറിഞ്ഞു പോയി ശ്രദ്ധിക്കായിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശ്വാസം നമ്മളെ തോട്ടത്തിൽ നിന്നുള്ള ചാമ്പയ്ക്കും കഴിക്കണേ ഇന്നലെ വലിയ സപ്പോട്ട കിട്ടി വലിയ സപ്പോട്ട പറിച്ചു കണ്ട് ഞങ്ങൾ കഴിച്ചു ജ്യൂസ് അടിച്ച് കഴിച്ചു അത് ഓരോ സപ്പോട്ടങ്ങൾ ഉണ്ടാവുന്നുള്ളൂ കൂടുതലായിട്ട് ഒറ്റയടിക്ക് ഉണ്ടാവില്ല ഓരോന്നിങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ ഉണ്ടായി റെഡി വരുന്ന ചെറിയ മരമല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളെ തോട്ടത്തിലെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിക്കൂട്ടോ അല്ലേ ഓക്കെ അല്ലേ അടുത്ത ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പിന്നെ അതേമാതിരി മുസമ്പി പിന്നെ ഓറഞ്ച് ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് അറിയില്ല മുസമ്പി ഉണ്ടാവും ഓറഞ്ച് ഉണ്ടാവുമെന്ന് അറിയില്ല ഏതായാലും കുച്ചിട്ടിരുന്നുള്ളൂ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ സെറ്റായിട്ട് ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഇതിലും നല്ല കിടിലം വീഡിയോ ആയി വരുന്നവരേക്കും ഗുഡ് ബൈ അതിൻ്റെ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ ചാമ്പക്കേ കുട്ടികളൊക്കെ വന്നിട്ട് കുറേ കുട്ടികൾ അവർക്കൊന്നും കിട്ടിയില്ല അപ്പോൾ എല്ലാവർക്കും കൊടുക്കുക ചാമ്പക്ക എല്ലാവർക്കും കുറച്ച് ഫുള്ള് ഇനി കഴിഞ്ഞു കുട്ടികളെ ഒന്നുകൂടി ഉള്ളൂ ഞാൻ കിട്ടാത്തല്ലേ അത് കിട്ടിയില്ലേ കിട്ടാത്തല്ലേ അത് കിട്ടിയണു പോട്ടെ കിട്ടാത്തല്ലേ പിന്നെ നമ്മൾ കുറേ ഇത് വെച്ചിട്ടുണ്ട് പൂക്കൾ പത്തണിമുല്ല കുറേ ഉണ്ട് അതൊന്ന് സെറ്റാക്കാണ്ട് ഒരു കാടൊക്കെ കുടിച്ച് കിടക്കുക ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അതിന് വേണ്ടി നമ്മൾ തൈ മാത്ര പ്ലാന്റ് ആയിട്ട് വെച്ചാണ് ഇതിന് കട്ട് ചെയ്ത് കാണ്ട് വേറെ ചട്ടികൾക്ക് മാറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ബ്ലൂ ടീ ഉണ്ടാക്കൂലേ ശംഖുപുഷ്പം പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ ഇതാണ് ശംഖുപുഷ്പം നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കാൻ പറ്റണ ശംഖുപുഷ്പം നല്ലൊരു ഔഷധമാണ് ഈ ശംഖുപുഷ്പം കേട്ടോ ഇത് നമ്മുടെ അടുത്തുണ്ട് ഇത് പിന്നെ അതിൻ്റെ കുരു വെച്ചിട്ടാൽ ഇഷ്ടം പോലെ എവിടെ ഉണ്ടാവും എനിക്കത് വേണ്ടി ചാമ്പക്കായ ചാമ്പക്കാണല്ലോ വേണ്ടി ചാമ്പക്കാണെങ്കിൽ എത്താണ് എന്താ വേണ്ടേ എന്താ വേണ്ടി പറഞ്ഞാലേ തരുള്ളൂ ആ വേണ്ട ചാമ്പക്ക കച്ചോ ഓക്കെ